ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായ ഈസ്റ്റർ അനുഷ്ഠിക്കാനോ പരിശുദ്ധ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ കേരളത്തിലെ ക്രൈസ്തവരായ അധ്യാപകരെ അനുവദിക്കാത്ത വിധത്തിൽ ഞായറാഴ്ചയും ഈസ്റ്ററും ഒത്തുചേർന്ന ഈ മാസം 31-ാം തീയതി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് അവർക്ക് പണി കൊടുത്തിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയ ക്യാമ്പിന്റെ ചുമതലയുള്ള അധ്യാപകരാണ് 31-ാം തീയതി ഞായറാഴ്ച തന്നെ ഡ്യൂട്ടിക്ക് ഹാജരാകേണ്ടത്. ഈസ്റ്ററിന്റെ പിറ്റേന്ന് ഏപ്രിൽ 1-നാണ് മൂല്യനിർണ്ണയ ക്യാമ്പ് ആരംഭിക്കുന്നതെങ്കിലും വിശേഷിച്ച് കാരണമൊന്നുമില്ലാതെ ഒരുക്കങ്ങൾക്കാണെന്ന് പറഞ്ഞാണ് ചുമതലക്കാരായ അധ്യാപകരെല്ലാം കേരളത്തിലെ 77 ക്യാമ്പ് സെന്ററുകളിലേക്ക് എത്തിച്ചേരാൻ പരീക്ഷാ വിഭാഗത്തിന്റെ പ്രതിഷേധാർഹമായ നിർദ്ദേശം വന്നിരിക്കുന്നത്. ക്യാമ്പ് കോർഡിനേറ്റർമാർ, ഓഫീസർമാർ, ഡെപ്യൂട്ടി ഓഫീസേഴ്സ്, അസിസ്റ്റന്റ്സ്, സ്ക്രിപ്റ്റ് കോഡിംഗ് ഓഫീസേഴ്സ്, ടാബുലേഷൻ ഓഫീസേഴ്സ് എന്നിവരടക്കം 1,00,000-ത്തോളം അധ്യാപകരാണ് ഈസ്റ്റർ എന്ന പരിപാവന ദിനത്തിന്റെ പൊതു അവധി ദിനത്തിൽ ഡ്യൂട്ടി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യം കിട്ടിയ നിർദ്ദേശത്തിൽ പെസഹ വ്യാഴം, ദുഃഖവെള്ളി തുടങ്ങിയ ദിവസങ്ങളിലും ഡ്യൂട്ടി ചെയ്യാൻ നിർദ്ദേശമുണ്ടായിരുന്നെന്നും പ്രതിഷേധത്തെ തുടർന്നാണ് അത് മാറ്റിയതെന്നും ഈസ്റ്റർ ദിനത്തിലെ ഡ്യൂട്ടി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും അങ്ങേയറ്റം അനീതി നിറഞ്ഞ ഈ തീരുമാനം മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധവുമായി കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് തൃശൂർ അതിരൂപതാ സമിതിയും ക്രൈസ്തവരായ ഒരു പറ്റം അധ്യാപകരും രംഗത്തെത്തിയിരിക്കുകയാണ്. 10ാം ക്ലാസിന്റെ പരീക്ഷാ മൂല്യനിർണ്ണയം ആരംഭിക്കുന്നത് ഏപ്രിൽ 3-നാണ്. അതിനുശേഷം മാത്രം ഫലപ്രഖ്യാപനം നടത്തുന്ന ഹയർ സെക്കൻഡറിയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 2-ാം തീയതിയോ 3-ാം തീയതിയോ ആരംഭിച്ചാലും മതിയെങ്കിലും ആരുടെയൊക്കെയോ താൽപര്യം സംരക്ഷിക്കാനും ക്രൈസ്തവ സമൂഹത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളോടുള്ള വെല്ലുവിളി എന്ന നിലയിലുമാണ് പരീക്ഷാ വിഭാഗത്തിന്റെ ഈ ഉത്തരവെന്നുമാണ് ഈ അനീതിക്കെതിരെ പ്രതിഷേധിക്കുന്ന അധ്യാപകരുടെ നിലപാട്. മുമ്പ് ഫയൽ തീർപ്പാക്കലിന്റെ പേരിൽ ദുക്രാന ഞായറാഴ്ചയും തുടർന്നുള്ള ഞായറാഴ്ചകളും പ്രവൃത്തിദിനമാക്കിയും ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് കുട്ടികളെ NSS ക്യാമ്പിലടച്ചും ഞായറാഴ്ചയും ഗാന്ധിജയന്തിയും ഒന്നിച്ചു വന്ന ഒക്ടോബർ 2-ാം തീയതി സർക്കാരിന്റെ ലഹരിവിരുദ്ധ പരിപാടി പരിശീലനത്തിനായി പ്രവൃത്തി ദിവസമാക്കിയുമൊക്കെ ക്രൈസ്തവ സമൂഹത്തോട് പിണറായി സർക്കാർ കാട്ടിയ തരംതിരിവുകളും വെല്ലുവിളികളും ക്രൈസ്തവർ മറന്നിട്ടില്ല. എല്ലാ മതസ്ഥരോടും തുല്യമായ നീതിയോടെ വർത്തിക്കേണ്ട ഭരണകൂടം കുറെ കാലങ്ങളായി ക്രൈസ്തവ സമൂഹത്തെ മാത്രം ഉന്നമിട്ട് അവരെ പരിഹസിക്കുന്ന നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് ക്രൈസ്തവ സംഘടനകളുടെ തീരുമാനം. ഈസ്റ്ററിൽ ഡ്യൂട്ടിയിടുന്നവർ റംസാനും ഡ്യൂട്ടിയിടുമോ എന്നാണ് അവരുടെ ചോദ്യം.